ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. ആദ്യം തന്നെ രാവിലെ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ പോയത്. ഒന്നാമത്തെ കാര്യം എൻ്റെ അമ്മാവൻ്റെ ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക്ക് പോയ സമയത്ത് ചേട്ടനും എനിക്കും കുറച്ച് ഈ സൺബേൺ അടിച്ചിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടന് പനി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോർത്തെങ്കിലും നമുക്ക് ആശുപത്രിയിൽ കയറി എന്നാൽ കാണിക്കാം. ഏതായാലും അകത്ത് എല്ലാം കഴിഞ്ഞു, അമ്മാവന് സുഖമായിട്ടിരിക്കുന്നു. ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ നല്ല വിശന്നിട്ടായിരുന്നു. നേരെ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഉഴുന്നുവടയും വെള്ളവും കുടിച്ചു. ദേ അവിടെ വന്ന് ജനറൽ ഒ പി പോയി നോക്കുമ്പം അവിടെ പട്ടി കിടക്കുന്നു ഗൈസ്. അങ്ങനെ ഞാനും ചേട്ടൻ്റെ കൂടെ വെയിറ്റ് ചെയ്ത് ചേട്ടൻ നമ്പർ ആവാൻ കുറേ ലേറ്റായി കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ലുലുവിലേക്കാണ് വന്നത്. ലുലുവിൽ വന്നിട്ട് ചേട്ടന് ചാർജർ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കോട്ടയത്ത് ലുലു തുടങ്ങിയിട്ട് ലുലുവിൽ വരുന്നത്. ഹൈപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ, എന്നാലും സെറ്റാണ്, കുഴപ്പമില്ല. അങ്ങനെ ലുലുവിൽ വന്ന് കുറച്ച് ഷോപ്സൊക്കെ ലുലുവിലുണ്ട്. അങ്ങനെ ലുലുവിൽ വന്ന് ഞാൻ എൻ്റെ പുതിയ കമ്മലിൻ്റെ ഷോ കുറച്ച് നേരം കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈപ്പറിൽ കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി. നമ്മൾ ചെന്ന സമയത്ത് ആളില്ലായിരുന്നു, പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പയ്യെ ഭയങ്കര ആളായി. പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അവിടെ തന്നെയാണ് നമ്മുടെ ഫൺ ഏരിയയും അതുപോലെ തന്നെ ഫുഡ് സ്പോട്ടും എല്ലാം ഉള്ളത്. പിന്നെ അവിടെയാണ് കണക്റ്റും ലുലു ഫാഷൻ സ്റ്റോറും വരുന്നത്. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ചേട്ടൻ എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇത് ഇങ്ങനെ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറി അതിൻ്റെ ബാക്ക് സൈഡാണ് ലുലു കണക്റ്റ് വരുന്നത്. സോ ഫാഷൻ സ്റ്റോറിൽ കയറി കുറച്ച് സംഭവങ്ങളെല്ലാം കണ്ടു. ലുലു കണക്റ്റിൽ ചെന്നപ്പോൾ കുറച്ചൊക്കെ ഓഫേഴ്സിൽ അവർ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര വലിയ ഓഫറൊന്നും കോട്ടയത്ത് ലുലുവിൽ തോന്നിയില്ല. മിറർ കണ്ടാൽ എനിക്ക് കുറച്ച് ഷോ ഇറക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ കുറേ ഷോ ഇറക്കിക്കൊണ്ടേയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊന്നും വേണ്ട. പിന്നെ ഞാനവിടുത്തെ നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ എന്താ കഴിക്കുക എന്ന് ഉദ്ദേശിച്ച് താഴോട്ടിറങ്ങും, മേളിൽ കയറും താഴോട്ടിറങ്ങും. അങ്ങനെ നടന്ന അവസാനം നമ്മൾ തീരുമാനിച്ചു KFC കഴിക്കാമെന്ന്. നേരെ നമ്മൾ KFC വന്നിട്ട് ഓർഡർ ചെയ്തു. ചേട്ടനാണ് പോയി ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ ഫോണിൽ പകർത്തുകയാണ്. പുതിയ കമ്പനിക്ക് ചേട്ടൻ മേടിച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷോ ഇറക്കി ഞാൻ തന്നെ മടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വെറുപ്പിച്ചായിരുന്നു. അങ്ങനെ ഫൈനലി 499 പാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് നമ്മുടെ കയ്യിൽ കിട്ടി. അത് ഞാൻ കഴിച്ചു. KFCയുടെ ആളേ അല്ല ഞാൻ, ബട്ട് സ്റ്റിൽ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു. എനിക്ക് എല്ലുള്ള പീസ് ഇഷ്ടമല്ല, ഉള്ളി ദശ പീസുകൾ. അങ്ങനെ അത് കഴിച്ച് ചേട്ടൻ വീട്ടിലേക്ക് പാഴ്സൽ എടുക്കാൻ വേണ്ടിയിട്ട്, അതും ടേക്ക് അവേ ആയിരുന്നു, അത് ഓർഡർ ചെയ്ത് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും എടുത്ത് ഫുൾ പാക്ക് ചെയ്ത്, നമ്മൾ കഴിച്ചിരുന്ന 2 പീസ് മിച്ചമുണ്ടായിരുന്നു കേട്ടോ, അതും അതിൽ തന്നെയായിട്ട് പാക്ക് ചെയ്ത് കണക്ട് ചെയ്യുന്ന സാധനം എടുത്ത് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. ആ ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് സോഫ്റ്റി കണ്ടത്. അങ്ങനെ ഞാൻ വന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മക്സ്വാളിൻ്റെ സോഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഓറിയോ ഫ്ലേവറാണ് മേടിച്ചത്. അത് നല്ല കിഡിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ കിട്ടിയ ആക്രാന്തത്തിൽ ഞാനങ്ങ് കഴിച്ചു. അപ്പോൾ ഓറിയോ കൊണ്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് തന്നത്. പിന്നെ നമ്മൾ കോട്ടയത്ത് വന്നിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ കയറിയപ്പോൾ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് നേരെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ലൈൻ കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ വയറങ്ങനെ ബുമ്മനെ പോലെയായി. പിന്നെ നമ്മൾ അവിടുന്ന് മൊബൈലിന് കവർ മേടിക്കണമായിരുന്നു കേട്ടോ, എനിക്കും ചേട്ടനും ചേച്ചിക്കും. അതും മേടിച്ചു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ SH മൗണ്ടിലുള്ള ഇത് ഭയങ്കര ഫേമസ് ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. ഇവിടെ ഫ്രൂട്ട് സലാഡ്, അവക്കാഡോ ഷേക്ക്, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. വാട്ടർ മെലൺ, ബനാന, സ്ട്രോബെറി, പപ്പായ, ഗ്രേപ്സ്, പൈനാപ്പിൾ, നമ്മുടെ ഷമാമ്, അതുപോലെ തന്നെ ഓറഞ്ച്, എല്ലാ സാധനവും ഇവിടെ കിട്ടും. എല്ലാ ഫ്രൂട്ടും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ടും അവൈലബിൾ ആണ്. ഡ്രാഗൺ ഫ്രൂട്ട്, അത് ഇത് മറ്റേത് മറിച്ചത്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ജീവനായിട്ടുള്ള അവക്കാഡോ ഷേക്കാണ് പറഞ്ഞത്. ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. അവക്കാഡോ കണ്ടിട്ട് എനിക്കങ്ങ് പറ്റുന്നില്ല. ഞാൻ കയ്യിലെടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഞെക്കി പിടിക്കുന്നു, അങ്ങനെ ഒരു ബഹളം തന്നെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എപ്പോഴും ഫ്രൂട്ട് സലാഡ് സ്റ്റോക്കായിരിക്കും കേട്ടോ. ഞാൻ അവിടെ നിന്ന സമയത്ത് തന്നെ 2 വട്ടം അവരത് ഫില്ല് ചെയ്തു. കാരണം അത്രയ്ക്ക് ഹോട്ട് സെല്ലിങ് സാധനമാണ് ഈ ഇവിടുത്തെ ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ ചൂട്, പിന്നെ നല്ല ടേസ്റ്റും കാണും. ഞാൻ ഫ്രൂട്ട് സലാഡിൻ്റെ ആളല്ല, ഞാൻ ഈ കാണുന്ന ആളുടെ ആളാണ്. അവക്കാഡോ ഷേക്കാണ്, എൻ്റെ മോനെ സ്വർഗം. അങ്ങനെ ആ സ്വർഗവും കുടിച്ച് ഞാനങ്ങനെ ആസ്വദിച്ച് കുടിച്ച് ഓരോ സിപ്പ് ഇറക്കുമ്പോഴും ഞാൻ നിർവൃതി കൊണ്ടാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി.
അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആ ജ്യൂസ് കടയുടെ ഫുൾ വിഷ്വൽ എടുത്ത്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനി കാണുമ്പോൾ ഇറങ്ങാമല്ലോ. കോട്ടയത്ത് SH മൗണ്ട് സ്കൂളിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഫ്രൂട്ട് സലാഡൊക്കെ സ്റ്റോക്കാണ്, നിങ്ങൾ പേടിക്കണ്ട. നമ്മളൊരെണ്ണം പാഴ്സലും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ, ഫ്രൂട്ട്സ് എടുത്ത് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടിൽ വന്ന് എല്ലാവർക്കും KFC ഒക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, സീ യു.